2024 നമ്മൾ അവസാനം സംസാരിച്ചത്. ആ സമയത്ത് കേരളത്തിൽ ഉഷ്ണതരംഗം പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്തും കൂടിയായിരുന്നു. ഇപ്പോൾ 2026 ആ ഒരു ഉഷ്ണതരംഗം എന്നുള്ള വാക്കുപയോഗിച്ച് പറയുന്നില്ലെങ്കിലും കടുത്ത ചൂട് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അതിനുള്ളൊരു സാധ്യതയും പറയുന്നുണ്ട്. എന്താണ് ഈ വർഷത്തെ ഒരു അവസ്ഥ കേരളത്തിലെ? ആഗോള തലത്തിലുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചൂട് കൂടിയ 11 വർഷം ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിലാണ്. അതിലേറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു സൂചിപ്പിച്ചതുപോലെ 2024 ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു. 2025 കണക്ക് ഇപ്പം ഡേറ്റ റിലീസായതേ ഉള്ളൂ. അതും സൂചിപ്പിക്കുന്നത് ഏറ്റവും ചൂട് കൂടിയ 1850 ശേഷം ഏറ്റവും ചൂട് കൂടിയ മൂന്നാമത്തെ വർഷമായിരുന്നു 2025. 2024 ഒരു പ്രത്യേകത ആ വർഷം തന്നെ ഈ ഉഷ്ണതരംഗങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലിനോയുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടുകൂടാണ് ആ ഒരു വർഷത്തെ കൂടുതൽ തീവ്രമായിട്ട് മാറ്റിയത് ആഗോളതലത്തിൽ തന്നെ. ഈ വർഷവും എല്ലിനോയുടെ ഒരു അഭാവത്തിൽ തന്നെ ഇത്രയും ചൂട് കൂടുന്നത് ഒരു നമ്മള് ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ ഈ ഗ്ലോബൽ ക്ലൈമറ്റ് പ്രൊജക്ഷൻ ഒക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു മെയ് മാസം ആകുമ്പോഴേക്കും എല്ലിനോയുടെ സാഹചര്യം കൂടി പറയുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ന്യൂട്രൽ അവസ്ഥയിലാണ്. അത് ഒരു ടെൻഡിങ് ടു എല്ലിനോ സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ക്ലൈമറ്റ് മോഡൽസ് ഒക്കെ പ്രൊജക്ട് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ ഒരുപക്ഷെ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു എല്ലിനോ സാഹചര്യം കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആഗോളതലത്തിൽ അത് താപനിലയെ കൂട്ടാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ളത് ഒരു ഉഷ്ണതരംഗത്തിന്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റിയ ഉഷ്ണതരംഗങ്ങളൊക്കെ ക്ലാസിക്കലായിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. ഉഷ്ണതരംഗങ്ങളെ കുറിച്ചുള്ള പൊതുവെ പഠനം നമ്മൾ കേരളത്തിൽ അത്ര വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യാറില്ല. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ഒരു 10-40 വർഷത്തെ ഡേറ്റ പരിശോധിച്ചപ്പം ഉഷ്ണതരംഗങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് സെൻട്രൽ ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും അപ് ടു തെലങ്കാന വരെയുള്ള ഒരു കോർ ഹീറ്റ് സോൺ ഏരിയ ഉണ്ട് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച്. അവിടെയാണ് ഉഷ്ണതരംഗങ്ങൾ ഇപ്പോഴും കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷേ മോയിസ്റ്റ് ഹീറ്റ് വേവ്സ്, അതായത് ഈർപ്പമുള്ള ഉഷ്ണതരംഗം, ഈർപ്പത്തോട് കൂടിയിട്ടുള്ള ഉയർന്ന താപനില, അതിൻ്റെ എഫക്റ്റ് കൂടുതൽ നമ്മുടെ ഈ പശ്ചിമതീരത്തോട് കൂടി വരുന്നതായിട്ടുള്ള ഒരു പഠനമുണ്ട്. അതോടൊപ്പം തന്നെ ഉഷ്ണതരംഗങ്ങളുടെ ആവൃത്തിയും ഏറ്റവും കൂടുതൽ ഉഷ്ണതരംഗങ്ങൾ സെൻട്രൽ ഇന്ത്യയിൽ ഉണ്ടാകുന്നെങ്കിൽ പോലും അതിൻ്റെ ട്രെൻഡ് അത് വലിയ തോതിൽ മാറ്റമൊന്നും കാണുന്നില്ല. കാരണം ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടി വരികയാണ്. അത് എല്ലാ പ്രദേശത്തും ഒരുപോലെ കൂടി വരികയാണ്. പക്ഷെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശ്ചിമ തീരത്ത്, പ്രത്യേകിച്ചും കേരളം ഉൾപ്പെടുന്ന ഈ തീരപ്രദേശത്ത് ഉഷ്ണതരംഗങ്ങളുടെ ആവൃത്തി ഈ കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് കൂടുന്നു. അത് കൂടുതലും മോയിസ്റ്റ് ഹീറ്റ് വേവ്സ് ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മളൊരു ട്രഡീഷണൽ ഡെഫിനിഷൻ വെച്ചിട്ട് ഈ ഉഷ്ണതരംഗങ്ങളെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത് എത്രത്തോളം പ്രാവർത്തികമാണ്, അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ അതിന് എത്രത്തോളം മാച്ച് ചെയ്യുന്നുണ്ട്. റിയാലിറ്റീവായിട്ട് അത് ഒരിക്കലും നമ്മൾ റിയാലിറ്റി അനുഭവത്തിൽ അത് ഒരിക്കലും മാച്ചാകുന്നതായിട്ട് കാണുന്നില്ല. കാരണം ഉഷ്ണതരംഗങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ ഡെഫിനിഷൻ അനുസരിച്ചില്ല ഇല്ല. പക്ഷെ അതിനേക്കാട്ടിലും വലിയൊരു രീതിയിലാണ് ആൾക്കാർ ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തായിരിക്കാം എന്ന് നമുക്ക് തോന്നണേ? ഒന്നാമത്തെ പ്രശ്നം, ഉഷ്ണതരംഗങ്ങളെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഇപ്പം അതിതീവ്ര മഴ എന്നൊക്കെ പറയുന്ന പോലെ ഉഷ്ണതരംഗങ്ങളെയും ക്ലാസിഫൈ ചെയ്തേക്കുന്നത് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില, അത് ഇൻലാൻഡിൽ നമ്മുടെ സമതല പ്രദേശങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയാകുകയും ശരാശരി താപനില ഒരു 4 മുതൽ 5 ഡിഗ്രിയിലും കൂടുതലും കൂടെ നോർമലിൽ നിന്ന് പ്ലസ് വരുന്നത്. അത് ശരാശരി ആ സമയത്ത് ഉണ്ടാകുന്ന താപനിലയെക്കാളും 4-5 ഡിഗ്രി കൂടുകയും 40 ഡിഗ്രി താപനില അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കൂടുകയും കൂടെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ സമതല പ്രദേശങ്ങളിലെ ഹീറ്റ് വേവ്സ് ഡിഫൈൻ ചെയ്യുന്നത് ക്ലാസിക്കലായിട്ട്. പക്ഷെ ഒരു റിലാക്സേഷൻ നമ്മുടെ ഈ കോസ്റ്റൽ റീജിയന് കൊടുത്തിട്ടുണ്ട്. കോസ്റ്റൽ റീജിയന് 40 ഡിഗ്രി വരെ പോകണ്ട, 37 ഡിഗ്രി താപനില കൂടുകയും 2-3 ദിവസം 4 മുതൽ 5 ഡിഗ്രി ശരാശരിയിൽ നിന്ന് കൂടുതലാണെങ്കിൽ പോലും ഹീറ്റ് വേവ്സ് ഒന്നും ഡിക്ലെയർ. ഇപ്പൊ മൗണ്ടനസ് റീജിയനിൽ ചെന്ന് കഴിഞ്ഞാൽ 30 ഡിഗ്രി മതി. അപ്പൊ ഓരോ ജിയോഗ്രാഫിക്കൽ ഇതിനനുസരിച്ചും ഇതിന്റെ ഡെഫിനേഷൻ ഒരു അല്പം വ്യത്യാസമുണ്ട്. കോസ്റ്റൽ റീജിയനിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള, കേരളത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കൂടുതലും 37 ഡിഗ്രീസ് പ്ലസ് 4 to 5 ഡിഗ്രി ഡിപ്പാർച്ചർ ശരാശരി. അത് പക്ഷെ അതിലെന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഹ്യൂമിഡിറ്റി ഒരു ഫാക്ടറായിട്ട് വരുന്നില്ല.
ഈ ഡെഫിനിഷനുകളിലൊന്നും ഹ്യൂമിഡിറ്റി ഒരു ഫാക്ടറായിട്ട് വരുന്നില്ല. അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. ഈ ഹ്യൂമിഡ് ഹീറ്റ് വേവ്സ് നമ്മൾ ഈ ഹീറ്റ് വേവ് ക്ലാസിഫിക്കേഷനിൽ ഹ്യൂമിഡിറ്റി ഫാക്ടർ ചെയ്യാത്തതുകൊണ്ട് അതുമൂലം ഉണ്ടാകുന്ന ആ ഒരു എഫക്റ്റ് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നില്ല ഈ ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യുമ്പോഴും. അല്ലെങ്കിൽ നമ്മൾ കാഠിന്യം കൂടുക ചെയ്യാം അല്ലേ? ഹ്യൂമിഡിറ്റിയും കൂടെ കൂടുമ്പോഴത്തേക്കും ഇതിന്റെ ഈ ഡിസ്കംഫർട്ടും ഹീറ്റ് സ്ട്രെസ് കൂടും. ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനും അല്ലെങ്കിൽ മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന ഹീറ്റ് സ്ട്രെസ്, അത് ഹ്യൂമിഡിറ്റി കൂടുമ്പം വളരെ കൂടുതൽ കൂടും. ഇപ്പം 37 ഡിഗ്രി സെൽഷ്യസും ഒരു 50% ഹ്യൂമിഡിറ്റിയും കൂടെ ആയാൽ ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നമുക്ക് അനുഭവവേദ്യമാകുന്ന ചൂടെന്ന് പറയുന്നത് ഏകദേശം ഒരു 45 ഡിഗ്രിക്ക് മുകളിൽ പോകും. ഓക്കെ. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്ന 38 ഡിഗ്രി അല്ല നമ്മൾ അനുഭവിക്കുന്നത്. ഈ ഹ്യൂമിഡിറ്റിയും കൂടെ ഫാക്ടർ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ജീവജാലങ്ങൾക്കും അനുഭവവേദ്യമാകുന്ന ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള ഒരു സ്ട്രെസ് ആയിരിക്കും നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അപ്പൊ ഈ ഡെഫിനിഷനിൽ ഈ രീതിയിൽ പ്രദേശങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റം വരാത്തത്? എന്തുകൊണ്ടാണ്? അല്ല, ഡെഫിനിഷൻ ഉണ്ട് ഓൾറെഡി. ഈ ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഗ്ലോബലി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. അത് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. അത് ആ ഹ്യൂമിഡിറ്റിയും കൂടെ ക്ലബ് ചെയ്താലേ ആ ഒരു ഹ്യൂമൻ ഡിസ്കംഫർട്ടുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട്. പക്ഷെ നമ്മൾ ഇതുവരെ പ്രത്യേകിച്ചും ഇന്ത്യയിലും പല രാജ്യങ്ങളിലും അതൊന്നും ഇതുവരെ ഈ ഹീറ്റ് വേവ്സ് ഡിക്ലെയർ ചെയ്യുന്നതിനോ ഒന്നും ഈ ഹീറ്റ് ഇൻഡെക്സ് ബേസ്ഡ് അല്ല. പറയുന്ന താപനിലയെക്കാളിലും വളരെ കൂടുതലാണ് നമ്മൾ അനുഭവിക്കുന്ന താപനില. അത് പറയാൻ 1-2 കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താപനില അളക്കുന്നത് ട്രൈബൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന താപനില അളക്കുന്ന നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ഐഡിയൽ സ്ഥലത്താണ്. ഇത് ബിൽഡിങ്ങിനടുത്തല്ല, സ്വാഭാവികമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഇല്ല, ഷെയ്ഡിലാണ്. ഒരു സ്റ്റീവൻസൺ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സ്ക്രീൻ ഉണ്ട്, അതിനുള്ളിലാണ് ഈ ടെമ്പറേച്ചർ തെർമോമീറ്റർ വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് സൂര്യപ്രകാശം വീഴുന്നില്ല, റിഫ്ലക്റ്റഡ് റേഡിയേഷൻ, ലോങ് വേവ് റേഡിയേഷൻ അതിനെ അഫക്ട് ചെയ്യുന്നില്ല. ഇതൊരു ഐഡിയൽ സിറ്റുവേഷനിൽ അളക്കുന്ന താപനിലയാണ് 38 ഡിഗ്രി സെൽഷ്യസ് അല്ലെ 38 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അതൊരു ഐഡിയൽ ആയിട്ട് അളക്കുന്ന താപനിലയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതല്ല നമ്മൾ അത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് മാത്രം മീൻസ് അളക്കുന്ന ഒരു താപനിലയാണ്. പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇതിനേക്കാളും എത്ര മടങ്ങ് കൂടിയ താപനിലയാണ്. 38 ഡിഗ്രി ഈ ഐഡിയൽ സിറ്റുവേഷനിൽ അളക്കുമ്പം നമ്മളിപ്പം എറണാകുളത്ത് ചിലപ്പോൾ മെഷർ ചെയ്താൽ പോലും അത് 40 ഡിഗ്രിക്ക് മുകളിലായിരിക്കും ചില സമയത്ത്. അത് ആ പ്രദേശത്തെ സർഫസിനും ഒക്കെ ഇപ്പൊ ടാറിട്ട റോഡിന്റെ മുകളിലാണെങ്കിൽ ബിൽഡിങ്ങുകള് ഇതും നമ്മൾ മെഷർ ചെയ്യുന്നത് ഏകദേശം 1.5 മീറ്റർ 2 മീറ്റർ ഹൈറ്റിലുള്ള എയർ ടെമ്പറേച്ചർ ആണ് ഈ സ്ക്രീനിനുള്ളിൽ അടച്ചിട്ട സ്ക്രീനിനുള്ളിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് 1.5. അതേസമയം സർഫസിൽ അതിനേക്കാളും വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സർഫസിനോട് ചേർന്ന ഒരു താപനിലയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം കോൺക്രീറ്റ് ഈ റോഡുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് അനുഭവപ്പെടുന്നത് ഇതിനേക്കാളിലും 4-5 ഡിഗ്രി കൂടുതൽ ഉള്ള താപനിലയായിരിക്കും. അപ്പം ഇതൊരു ഈ മെഷർമെന്റും റിയലൈസേഷനും തമ്മിലുള്ള അന്തരം, വൈരുദ്ധ്യം, ഇത് തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊന്നും നമ്മള് കണക്കിലെടുക്കുന്നില്ല. നമ്മള് 10 വർഷമായിട്ട് പാലക്കാട് 38 ഡിഗ്രി, അത് ചിലപ്പോൾ 40 ഡിഗ്രി പോവും, അതിൽ കൂടാറില്ല. അല്ലെ എറണാകുളത്ത് 37 ഡിഗ്രി എന്ന് പറയുന്നത്. പക്ഷെ ഈ എറണാകുളത്ത് ഈ താപനില അളക്കുന്ന സ്ഥലങ്ങള് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇത് നമ്മുടെ ചേഞ്ച് ചെയ്യുന്ന ലാൻഡ് യൂസിനോ അല്ലെങ്കിൽ നമ്മളുടെ ചേഞ്ച് ചെയ്യുന്ന അർബനൈസേഷനോ ഒന്നും ആ ഒരു താപനില റിഫ്ലക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് ഇതിനേക്കാളും എത്രയോ മടങ്ങ് കൂടിയ ചൂടാണ്. അതിന്റെ കൂടാണ് ഹ്യൂമിഡിറ്റിയും കൂടെ കൂടുന്നത്. അപ്പം നമ്മൾ പറയുന്ന ആ ഒരു അല്ലെങ്കിൽ അതിനേക്കാളും എത്രയോ കണക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നതും തമ്മിൽ ഗജാന്തരമായിട്ടുള്ള വ്യത്യാസമാണ്. അപ്പൊ ഈ ഒരു ഡിഫിക്കൽറ്റിയാണ് നമ്മൾ എങ്ങനെ ഈ ഉഷ്ണതര അതേസമയം ഒരു
മഴയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഇത് യൂണിഫോമാണ്. ഓക്കെ. അപ്പൊ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റും ഏകദേശം ഒരേപോലെയാണ്. ഈ താപനിലയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേനും ഭയങ്കര വേരിയേഷൻ, മെഷർമെന്റിൽ തന്നെ വലിയ വേരിയേഷൻ ആണ്. ഇത് 1.5 മീറ്റർ ഹൈറ്റിൽ അളക്കുന്നതാണ് ഐഡിയൽ. അതാണ് ഐഡിയൽ. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇപ്പം നമ്മൾ ഒരു ജിയോ ഫിസിക്കൽ പാരാമീറ്റർ അളക്കുന്നതിന് സർട്ടൻ സ്റ്റാൻഡർഡൈസേഷൻ SOP ഒക്കെ ഉണ്ട്. അതിനനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ദാറ്റ് വിൽ നോട്ട് റിഫ്ലക്ട് ദി റിയാലിറ്റി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു മെഷർമെന്റും റിയലൈസേഷനും തമ്മിലുള്ള ഗ്യാപ്പ് എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നു, അവിടെയാണ് നമ്മൾ ലാക്ക് ചെയ്യുന്നത്. പറഞ്ഞാൽ ഇൻ ദി സെൻസ് നമ്മൾ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതുകൂടെ ഫാക്ടർ ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു ടോട്ടൽ എഫക്റ്റ് നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ ഇപ്പൊ കഴിഞ്ഞ വർഷം 37 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കൊച്ചിയിൽ, അല്ലെങ്കിൽ പാലക്കാട് 38 ഡിഗ്രി ആയിരുന്നു. ഈ വർഷവും സമ്മറിൽ 38 ഡിഗ്രിയാണ്. പക്ഷെ അർബൻ റീജിയനിൽ ആൾക്കാർ റിയലൈസ് ചെയ്യുന്നത് ഇതിനേക്കാളും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയാണ്. ഈ അർബൻ ഹീറ്റ് ഐലൻഡ് ഫിനോമിനൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അത് തന്നെയാണല്ലോ. എന്താണ് അതുകൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത്? അതെ, ഇപ്പൊ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് അതിൽ അർബനൈസേഷന്റെ ഒരു എഫക്റ്റ് കയറി വരും. കാരണം ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇപ്പം പൊതുവെ കേരളത്തെ നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഒരു റാപ്പിഡായിട്ട് എക്സ്പാൻഡിങ് അർബനൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഈ അർബനൈസേഷൻ, അതായത് അർബൻ സിറ്റീസ് കേരളത്തെ സംബന്ധിച്ച് എല്ലാം കോസ്റ്റൽ ബെൽറ്റിലാണ് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തിരുവനന്തപുരം ആയാലും, കൊല്ലം ആയാലും, ആലപ്പുഴ ആയാലും, എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, ഇതെല്ലാം കോസ്റ്റൽ ഏരിയയിലാണ്. അപ്പം കോസ്റ്റൽ സിറ്റീസ് അർബനൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അർബനൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വെസ്റ്റിലോട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നോർത്ത് സൗത്ത് എക്സ്പാൻഷൻ, ഓരോ അർബൻ കോറിൽ നിന്ന് നോർത്ത് സൗത്ത് എക്സ്പാൻഷനും ഈസ്റ്റ് വേർഡ് എക്സ്പാൻഷനും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫാക്ടർ ചെയ്യുന്നില്ല. നമ്മുടെ ഈ മെഷർമെന്റിൽ ഇതിന്റെ എഫക്ട് പരിഗണിക്കുന്നില്ലല്ലോ, ഈ റാപ്പിഡായിട്ടുള്ള അർബനൈസേഷൻ. അപ്പൊ ഈ അർബൻ ഹീറ്റ് ഐലൻഡ് അല്ലെങ്കിൽ നഗര താപത്തുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഈ പറഞ്ഞ പോലെ അർബൻ ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ്, ബിൽഡിങ്, കൺസ്ട്രക്ഷന്റെ മെറ്റീരിയൽസ്, ഇത് തന്നെ ഒരു ഹീറ്റ് അബ്സോർബിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പൊതുവെ അർബൻ ഏരിയയിൽ ഫീൽ ചെയ്യുന്ന താപനില എപ്പോഴും ഒരു 3-4 ഡിഗ്രി കൂടുതലായിരിക്കും റൂറൽ കൗണ്ടർ. ഇവിടെയും പ്രശ്നം വരും. നമ്മുടെ തെർമോമീറ്റർ മെഷർമെന്റ് എല്ലാം പൊതുവെ റൂറൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും വെച്ചിരിക്കുന്നത്. നമ്മളിപ്പം എറണാകുളത്ത് മെഷർ ഇപ്പം വെല്ലിംഗ്ടൺ ഐലൻഡിലുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്തായിരിക്കും. പക്ഷെ അതൊരിക്കലും എറണാകുളം സിറ്റിയുടെ ടെമ്പറേച്ചർ ഒരിക്കലും റിഫ്ലക്ട് ചെയ്യത്തില്ല. അപ്പം അതിനെ ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് അത്രയും ഡെൻസ് ആയിട്ടുള്ള മൈക്രോ ലെവൽ മോണിറ്ററിംഗ് സ്റ്റേഷൻസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു പാർട്ടായിട്ടാണ്. ഇത്തരത്തിൽ നമ്മളെ അതിനെ അഡ്രസ് ചെയ്തില്ലേ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് അത് ഈ പറഞ്ഞ പോലെ ഇപ്പം കേരളത്തിൽ അനുഭവിക്കുന്നതിന്റെ പ്രധാന പ്രശ്നം മുമ്പേ സൂചിപ്പിച്ച പോലെ ഈ പ്രോപ്പർ ഈ റെപ്രസെന്റേറ്റീവ്നെസ് എന്ന് പറയും. ഈ മെഷർമെന്റിന്റെ റിയാലിറ്റീവായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ വരുന്നില്ല. അത് ഒരു ഇൻഹെറന്റ് ആയിട്ടുള്ള അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ആ ഒരു റെപ്രസെന്റേഷൻ മിസ്മാച്ച് ഉണ്ട്, എപ്പോഴും ഉണ്ട്. കാരണം അത് റിയാലിറ്റീവായിട്ട് എപ്പോഴും വ്യത്യാസമായിരിക്കും. അപ്പൊ അതൊന്ന്. 2, അർബനൈസേഷന്റെ എഫക്റ്റ് മെഷർമെന്റിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല. 3, ഹ്യൂമിഡിറ്റി. നമ്മൾ ഈ തെർമൽ ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഹീറ്റ് വേവ്സുമായിട്ട് ഉള്ള ഇതേവരെ നമ്മൾ ആ ഒരു ഇപ്പം ആ രീതിയിൽ മാറുന്നുണ്ട്. ഇപ്പം വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയും. ഇപ്പം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്റ്റീവൻസൺ സ്ക്രീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ബൾബ് എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള തെർമോമീറ്റർ. വെറ്റ് ബൾബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബൾബിന്റെ അടിയിൽ ഒരു വുഡൻ നടഞ്ഞ ക്ലോത്ത് കാണും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവാപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഈ താപനില സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഇവാപ്പറേഷൻ നടക്കുന്നത്. അപ്പം അതുവഴി ഒരു കൂളിംഗ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. അപ്പം ആ ഇവാപ്പറേറ്റീവ് കൂളിംഗ് അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ ആ കൂളിംഗ് കുറച്ചേ നടക്കത്തുള്ളൂ. അപ്പം വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വളരെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കുറവാണ്. കാരണം വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമിഡിറ്റി ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ബൾബിൽ നിന്ന് തന്നെയാണ് ഹീറ്റ് എടുക്കുന്നത്. അപ്പം എത്രത്തോളം അത് ഇവാപ്പറേറ്റ് ചെയ്യുന്നതോ അത്രത്തോളം താപനില തെർമോമീറ്ററിന്റെ കുറവായിരിക്കും. അപ്പം വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അപ്പൊ ഹ്യൂമിഡ് ഹീറ്റ് വേവ്സിൽ നമ്മൾ കൂടുതലും കൺസിഡർ ചെയ്യേണ്ടത് ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്.
അത് ഇപ്പം 37 ഡിഗ്രി താപനിലയും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അതൊരു ഹ്യൂമിഡിറ്റിയുടെ റെപ്രസെന്റേഷൻ ആണ്. ഇത് തമ്മിലുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഹ്യൂമിഡിറ്റിയുടെ ഒരു മെഷർ എന്ന് പറയുന്നത്. അതിന്റെ അന്തരം കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടുതലാണെന്നുള്ള. അതേസമയം അത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കുറവും ഇത് തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കുറവാണ്. സ്വാഭാവികമായിട്ടും നമുക്കൊരു കൂളിംഗ് ഉള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇതാണ് മനുഷ്യ ശരീരത്തിലും റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യ ശരീരം നമുക്കറിയാമല്ലോ, നമ്മൾ എത്ര വലിയ ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഈ ഹ്യൂമൻ എന്ന് പറയുന്നത് നോട്ട് ദ മോസ്റ്റ് സെൻസിറ്റീവ് സ്പീഷീസ് ടു ടെമ്പറേച്ചർ. ഏത് സ്പീഷീസ് ആയാലും ഏത് ജീവജാലങ്ങളായാലും അതിനൊരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലെ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റും. ഹ്യൂമന്റെ കാര്യത്തിലും അതാണ്, മനുഷ്യന്റെ കാര്യത്തിലും നമ്മൾ എത്ര വലിയതാന്ന് പറഞ്ഞാലും താപനില ഒരു ഡിഗ്രി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബാലൻസും തെറ്റും. 37 അടുപ്പിച്ച് അല്ലെങ്കിൽ 37 നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് വരുമ്പോൾ ഒരു 36.5 ആകാം, 37.5 ആകാം. ഒരു 1 ഡിഗ്രി ഫ്ലക്ച്വേഷനെ അവിടെ സ്കോപ്പുള്ളൂ, സാധ്യതയുള്ളൂ. അപ്പൊ ഇത് വെച്ചുള്ള ഒരു കളിയാണ് നമ്മുടേത്. ഇപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ആ അവസരത്തില് ഹ്യൂമിഡിറ്റി താപനില 40 ഡിഗ്രി ആകാം, 38 ഡിഗ്രി ആകാം ആംബിയൻ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ആയിട്ട് തന്നെ നമുക്ക് കീപ്പ് ചെയ്യണമല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സ്വതവേ ചെയ്യുന്നത്? നമ്മുടെ മെറ്റാബോളിസം അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള നീരാവി ട്രാൻസ്പിരേഷൻ എന്ന് പറയും, നമ്മുടെ സ്വെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം തന്നെ ഇവാപറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കൂളിംഗ് ചെയ്യുന്നത്. അപ്പം ഹ്യൂമിഡിറ്റി കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂളിംഗേ നടക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ബോഡിയുടെ ബാലൻസ് തെറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ബോഡി ബാലൻസും അല്ലെങ്കിൽ ഡിസ്കംഫർട്ടുമായിട്ടൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മെഷർ എന്ന് പറയുന്നത് ഹീറ്റ് ഇൻഡെക്സ് ആണ്. അതുപോലും ഒരു ഷെയ്ഡിനുള്ളിൽ മെഷർ ചെയ്യുന്ന താപനിലയും ഹ്യൂമിഡിറ്റിയും ഒക്കെ വെച്ചാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മൾ ആക്ച്വലായി അനുഭവിക്കുന്നത് ഷെയ്ഡ് ഇല്ലാത്ത ഡയറക്റ്റ് സണ്ണ്. അപ്പം റിയാലിറ്റിയും ഇതിന് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ കുറെ സ്ഥലത്ത് ഈ മെഷർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവുന്നത്. ഇപ്പൊ മഴയുടെ കാര്യം പറയുമ്പോഴും നമ്മളിപ്പോ ഹില്ലി ഏരിയയിലൊക്കെ ഓരോ സ്ഥലത്തും വ്യത്യസ്ത ഇപ്പൊ ഹ്യൂമൊക്കെ ചെയ്യുന്നത് അതാണല്ലോ, ഡിഫറെന്റ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള പ്രദേശങ്ങളിൽ തന്നെ ഈ റെയിൻ ഗേജ് വെക്കുന്നത് പോലെ. അതുപോലെ ഈ പറയുന്ന സംഗതി വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറെയൊക്കെ മാറ്റം സംഭവിക്കുകയും നമുക്ക് അതിനെ ഡീൽ ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമുണ്ടാവില്ലേ? ഈ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരുന്നതിന് മെഷർമെന്റിന് അതിൻ്റെതായിട്ടുള്ള ഇത് IMDA കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല. നമ്മളൊരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയർ ഉണ്ട് ഏത് മെഷർമെന്റ് എടുക്കുന്നതിനും. അതൊരു ഐഡിയൽ സിറ്റുവേഷനിലേ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ റിയാലിറ്റി മാറുന്നതിനനുസരിച്ച് അതിന്റെ എഫക്റ്റ് കൂടെ അതിലേക്ക് കയറി വരും. അപ്പം അത് ഒരു വർഷത്തെ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഉപകരിക്കും. പക്ഷെ ഒരു ലോങ് ടൈമിലേക്ക് വരുമ്പോഴത്തേനും ഈ ഒരു ഐഡിയൽ സിറ്റുവേഷനിലെ മെഷർമെന്റ് ആണ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതിനെ മാപ്പ് ചെയ്യാൻ ഇത്തരം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മെഷർമെന്റ് ടെക്നിക്സ് ആവശ്യമാണ്. ഇതിന്റെ വേരിയബിലിറ്റി ഇപ്പം ഒരു സിറ്റിയിൽ ഏത് ഏരിയയിലാണ് കൂൾ പ്ലേസ്, ഏത് ഏരിയയിലാണ് കൂടുതൽ ഈ വാർമിങ് നടക്കുന്നത്, അപ്പൊ അതിന് മൈക്രോ ക്ലൈമറ്റ് ഒബ്സർവേഷൻസ് ആവശ്യമാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലെ അഹമ്മദാബാദിലോ മറ്റോ ഞാൻ അറിഞ്ഞോടാ കൃത്യമായിട്ട് ഇതിന്റെ ഒരു അർബൻ കൂളിംഗ് സിസ്റ്റം കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അപ്പൊ അത് സാധ്യമാവണമെങ്കിൽ അതിനെ പറ്റിയിട്ട് അവെയർ ആവണമെങ്കിൽ തന്നെ ഇത്തരം ഒരു സിസ്റ്റത്തിന്റെ ആവശ്യമല്ലേ ഉള്ളത്? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിനെ മാപ്പ് ചെയ്യണം. നമ്മുടെ ഏത് പ്രദേശത്താണ് കൂടുതൽ ഹീറ്റ് സ്ട്രെസ് ഉള്ളത്, ഏത് പ്രദേശത്താണ് ഈ പറഞ്ഞ പോലെ കൂളിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത്. അപ്പൊ ഇത് രണ്ടും മാപ്പ് ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കത് അഡ്രസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ മാപ്പിംഗ് ആവശ്യമാണ്. ഇപ്പൊ ഒരു വീടിന്റെ ഒക്കെ ഒരു കൺസെപ്റ്റ് എടുത്താൽ നമുക്കൊരു AC വെച്ച് അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ AC വെച്ചുകൊണ്ട് അതിനകത്തിരിക്കുന്ന ആളുകളുടെ പ്രശ്നത്തിനെ കുറെയൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ പുറത്ത് നമ്മൾ എങ്ങനെയാണ് എന്താണ് ഈ പറയുന്ന അർബൻ കൂളിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് അതിന്റെ ഒരു കൺസെപ്റ്റ്? ഗ്ലോബലി കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു ഇൻഇക്വാളിറ്റിയാണ് ഹീറ്റ് വേവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഇൻഇക്വാലിറ്റി വരും. കാരണം ഈ നിങ്ങൾ സൂചിപ്പിച്ച പോലെ വെൽത്തിയർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയും ഒരു പ്രോപ്പറായിട്ടുള്ള ഈ കൂളിംഗ് സിസ്റ്റം ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 4 മുതൽ 5 ഡിഗ്രിയുടെ ചൂടിന്റെ വ്യത്യാസമുണ്ട്. അവിടെയാണ് ഇതിനെ
അനീതി കിടക്കുന്നത്, അതിന്റെ ഒരു ഇനിക്വാലിറ്റി കിടക്കുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെയാണ് അത് അവിടെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റീവായിട്ട് ഇത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പ്രായം കൂടിയ ആൾക്കാർക്കും അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ, കുട്ടികള്, ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ മെഡിക്കേറ്റഡ് മരുന്ന് കഴിക്കുന്നവരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇന്നിക്വാലിറ്റി ഉണ്ട്. അപ്പം ഇത്തരം ഒരു സോഷ്യോ എക്കണോമിക് ഇന്നിക്വാലിറ്റിയും പിന്നെ ഏറ്റവും വണ്ണറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവറാണ്. ദോസ് ഹു ആർ നോട്ട് ഹാവിങ് പ്രോപ്പർ ഹൗസിങ്, പ്രോപ്പർ കൂളിംഗ് സിസ്റ്റം. അപ്പം ഇതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യണത്. ഇതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ഇതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നാച്ചുറലായിട്ട് തന്നെ നാച്ചുറലായിട്ട് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം കുറേയൊക്കെ ഈ ഗ്രീൻ സ്പേസസ് കൊണ്ടുവന്നു, ഇവാപ്പോ ട്രാൻസ്പിരേഷൻ അതാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ മുമ്പേ ബോഡിയുടെ കാര്യം പറഞ്ഞല്ലോ, സെറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഇപ്പം സർഫസിൽ നിന്നുള്ള ഇവാപ്പറേഷൻ, ഈ മോയ്സ്ചർ, സർഫസിലുള്ള മോയ്സ്ചർ, അതിന്റെ നീരാവി അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഇവാപ്പറേറ്റ് ചെയ്യുമ്പം സർഫസ് കൂൾ ചെയ്യും. അത് ഇവാപ്പറേഷൻ ചെയ്യണമെങ്കിൽ മോയ്സ്ചർ ആവശ്യമാണ്. വെള്ളം തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു മരമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു തടാകത്തിന്റെ അടുത്ത് ഈ വാട്ടർ ബോഡീസിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കൂൾനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ നിന്നും ഈ വെള്ളം അവിടുത്തെ തന്നെ ഊർജ്ജം എടുത്ത് ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു കൂളിംഗ്, ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയും, ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്ന് പറയും. ഇപ്പം ലീഫിലൂടെ ട്രാൻസ്പിറേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ സോയിലില് വെള്ളം ഉണ്ടെങ്കിൽ അത് ട്രാൻസ്പിറേറ്റ് ചെയ്യും. ഇപ്പം വെള്ളം ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത്, അവിടെ ആ ചൂട് നിലനിൽക്കും, സെൻസിബിൾ ഹീറ്റ് ആയിട്ട് മാറും. ലേറ്റന്റ് ഹീറ്റ് ഉണ്ടാകത്തില്ല, സെൻസിബിൾ ആയിട്ടുള്ള ആ സർഫസ് അബ്സോർവ് ചെയ്യുന്ന ഹീറ്റ് തന്നെ നമുക്കും അനുഭവപ്പെടും. വെള്ളം ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് മോയ്സ്ചർ അല്ലെങ്കിൽ വെള്ളം സർഫസിൽ ഉണ്ടെങ്കിൽ ആ ചൂട് വെള്ളത്തെ ഇവാപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതുവഴി ആ സർഫസ് തണുക്കും. നാച്ചുറൽ ആയിട്ട് നമ്മൾ നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്, നാച്ചുറൽ ആയിട്ടൊരു കൂളിംഗ് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇവാപ്പോ ട്രാൻസ്പിരേഷൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്, നാച്ചുറലി ഉണ്ടാക്കുക. കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചാൽ മരങ്ങളിൽ നിന്നുള്ള ഇവാപ്പോ ട്രാൻസ്പിരേഷൻ കൂടും. അതുപോലെ തന്നെ വെറ്റ്ലാൻഡ്സ് റിജുവിനേറ്റ് ചെയ്താൽ അതുവഴിയുള്ള ഇവാപ്പോ ട്രാൻസ്പിരേഷൻ അറ്റ്ലീസ്റ്റ് ആ ഒരു ലോക്കാലിറ്റി കൂടും. ഇത്തരത്തിലാണ് മൈക്രോ ക്ലൈമറ്റിനെ ഇതിൽ നിന്ന്. പിന്നെ ഇതിന്റെ ഈ വെന്റിലേഷൻ ഈ പറഞ്ഞ പോലെ അത് റൂമിൽ മാത്രമല്ല, നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കോസ്റ്റൽ സിറ്റീസ് ആകുമ്പം ഈ സീ ബ്രീസ് സർക്കുലേഷനും ഒക്കെ ഇതിൽ ഫാക്ടറായിട്ട് വരും. പലപ്പോഴും ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് ഇത്തരം സർക്കുലേഷനിലും ഉള്ള എഫക്റ്റ് മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെയും ഈ പ്രശ്നങ്ങൾ കൂടുതൽ അഗ്രവേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കോസ്റ്റൽ സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് വെന്റിലേഷൻ എഫക്റ്റ് കുറയുന്നുണ്ട്. കാരണം നമ്മൾ വലിയ ബിൽഡിങ്ങുകൾ കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ചായിരിക്കത്തില്ല പണിയുന്നത്. നമ്മൾ കാറ്റ് മോറോളസ് നമ്മുടെ ഈ ഈസ്റ്റ് വെസ്റ്റ് ആണ് നമ്മുടെ സർക്കുലേഷൻ കൂടുതൽ. കാരണം ഇപ്പുറത്ത് വെള്ളവും ഈസ്റ്റില് കരയുമായതുകൊണ്ട് മോറോളസ് ഒരു ഈസ്റ്റ് വെസ്റ്റ് സർക്കുലേഷൻ ആണ്. നമ്മൾ ബിൽഡിങ്ങുകൾ ഈ കോസ്റ്റൽ റീജിയനിൽ, കോസ്റ്റൽ ഏരിയ ആണല്ലോ എക്സ്പാൻഡ് ചെയ്യുന്നത്. കോസ്റ്റൽ റീജിയനിൽ ബിൽഡിംഗ് കിട്ടുമ്പോഴത്തേന് ഇതിന്റെ അക്രോസ് ഇതിനെ തടഞ്ഞു നിർത്തുന്നത് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സർക്കുലേഷനെ പോലും തടയുന്ന രീതിയിലാണ് നമ്മൾ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നത്. അതേസമയം ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് ഓറിയന്റേഷനിൽ ബിൽഡിംഗ് ഉണ്ടാക്കി അത് നാച്ചുറൽ ആയിട്ട് വിൻഡ് ഫ്ലോയ്ക്കുള്ള ഒരു സ്ഥലം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇത് വെന്റിലേഷൻ നമുക്ക് കിട്ടും. അപ്പൊ വെന്റിലേഷൻ എഫക്ട് എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ്. ഈ ഹീറ്റ് ഇൻഡെക്സ് പോലും യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന ചൂട് റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഇതും ഹീറ്റ് ഇൻഡെക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന താപനിലയും ഹ്യൂമിഡിറ്റിയും നമ്മൾ ആ ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ മെഷർ ചെയ്യുന്നതാണ്. റിയാലിറ്റി അതിനേക്കാളും കൂടുതലാണ്. നമ്മളെ ഹീറ്റ് ഇൻഡെക്സ് 45 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേനും പുറത്തേക്ക് വരുമ്പം വെന്റിലേഷൻ കുറയുന്നു. പിന്നെ ഉള്ളതാണ് ഒക്യുപ്പേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നിക്വാളിറ്റി. നമ്മൾ മുമ്പേ പറഞ്ഞ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഈ എൽഡർലി അല്ലെങ്കിൽ ജെൻഡർ, അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നിക്വാലിറ്റി, അതോടൊപ്പം തന്നെയാണ് ഒക്യുപ്പേഷണൽ ഇന്നിക്വാലിറ്റി, അതായത് നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒരു വലിയ അസമത്വം. അതാണ് ഏറ്റവും വലുത്. അപ്പൊ അവിടെയും എക്സ്പോഷറാണ്. അപ്പൊ എക്സ്പോഷർ ഈ ഒക്യുപ്പേഷണൽ ഇന്നിക്വാലിറ്റി വരുന്നത് എക്സ്പോഷറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് പുറത്ത്
പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഇത് ഏറ്റവും കൂടുതൽ ഏത് സെക്ടറിലായാലും ഇപ്പം അഗ്രികൾച്ചർ സെക്ടറിലായാലും ഇൻഡസ്ട്രിയലായാലും കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആയാലും പറഞ്ഞ പോലെ ഈ സ്വിഗ്ഗി സൊമാറ്റോ അല്ലെങ്കിൽ ഈ ഡ്രൈവേഴ്സ് പോലീസ് ഈ ട്രാഫിക് എസ്പെഷ്യലി ട്രാഫിക് പോലീസ് ഇവരെയൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതിതീവ്ര മഴയെ പറ്റിയൊക്കെ വലുതായിട്ട് നമ്മൾ സംസാരിക്കുമെങ്കിലും അതിനേക്കാളും ഒക്കെ വളരെ വലിയൊരു എഫക്റ്റും പ്രശ്നങ്ങളുമാണ് ഈ ഹീറ്റ് വേവ്. ഇത് നമ്മുടെ എല്ലാ തരത്തിലും നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ എഫിഷ്യൻസിയെയും മെന്റൽ സ്റ്റേറ്റിനെയും എല്ലാം ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഈ ഹീറ്റ് വേവുമായിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ വളരെ കുറച്ച് ഡിസ്കസ് ചെയ്യാറുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ബിഹേവിയർ ഹീറ്റ് അഗ്രസീവും നമ്മുടെ മൂഡ് ഇതെല്ലാം. മഴയാണെങ്കിൽ നമുക്ക് നല്ല മൂഡാണ് കിട്ടുന്നത്. പക്ഷെ ചൂട് വരുമ്പോഴത്തേനും നമുക്ക് ഒരു ദിവസം ചൂടുള്ള ദിവസം പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ദിവസം തന്നെ കഴിഞ്ഞു എന്നുള്ള ഇത് റിയാലിറ്റിയാണ്. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഈവൻ സയന്റിഫിക്കലി ആയാലും ഈ പറഞ്ഞ പോലെ പോളിസി ലെവലിലായാലും യാതൊരുവിധ ഡിസ്കഷൻ. എന്നാൽ നമ്മുടെ എഫിഷ്യൻസി ഒരു സൈഡിൽ കുറയുന്നത് മനസ്സിലായി, പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും എല്ലാം കുറയുകയാണ്. ഈ കൂളിംഗ് സിസ്റ്റം ഇപ്പൊ വീടുകൾക്കകത്ത് ഇപ്പൊ പറഞ്ഞല്ലോ, ഈ അത് സാധിക്കുന്ന ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ. പക്ഷെ അതുകൊണ്ടുകൂടി ഹീറ്റ് കൂടുന്നില്ലേ ഈ കൂളിംഗ് സിസ്റ്റം പുറത്തുവിടുന്ന? അതും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം പണ്ട് കാലത്ത് പറയാൻ ഒരു 20 വർഷത്തിന് മുമ്പ് AC എന്ന് പറയുന്ന ഒരു ലക്ഷറിയുടെ സിമ്പൽ ആയിരുന്നെങ്കിൽ എ സി ഒരു നെസസിറ്റി. AC ഇല്ലാത്ത വീടുകളില്ല, നോർമലൈസ്ഡ് ആയി. 2024 തോന്നുന്നു ഏറ്റവും കൂടുതൽ AC വിൽപ്പന നടന്നതും അതോടൊപ്പം ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം കൂടിയതും. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ കൂളിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. രാത്രിയിൽ കൂൾ ചെയ്യാൻ വേണ്ടി ഫാൻ അല്ലെങ്കിൽ AC പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത്. പക്ഷെ അതുവഴി ഉണ്ടാകുന്ന എമിഷൻ ആണോ വലുത്, നമുക്കിടെ കംഫർട്ടാണോ വലുത് എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് ഓഫ് ആണ്. ഏത് വേണം എന്നുള്ളത്. വികസനം എന്ന് പറയുന്നതിന്റെ സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും കാണിക്കുന്നത് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസിനെയാണ്. വലിയ ബിൽഡിങ്ങുകൾ, അതിന്റെ ഭംഗി, അതിന്റെ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട്. പക്ഷെ ഇതുണ്ടാക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഹീറ്റിന്റെ അർത്ഥത്തില് ഏത് രീതിയിലാണ്? ഒരു വലിയ ബിൽഡിംഗ് കൊണ്ട് എന്തൊക്കെയാണ് ഹീറ്റിനകത്ത് സംഭവിക്കുന്നത്? അല്ല ഇപ്പം ഒന്നുള്ളതല്ല, ഒരു ക്ലസ്റ്റർ ആവാം. അല്ല ഇപ്പം പൊതുവെ ഈ ബിൽഡിംഗ് രംഗത്തൊക്കെ ഗ്രീൻ ബിൽഡിംഗ് അങ്ങനെയുള്ള ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാല് കുറെയൊക്കെ ബെഞ്ച് മാർക്കൊക്കെ വെച്ച് ചെയ്യുന്ന ബിൽഡിങ്ങുകളാണ്. വലിയ ബിൽഡിങ്ങുകളെല്ലാം ഏകദേശം വെന്റിലേഷന്റെ കാര്യത്തിലും സൺലൈറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഹീറ്റ് റിലീസ് ചെയ്യുന്നതിന്റെ കാര്യത്തിലും എല്ലാം കുറെയൊക്കെ അത്തരം മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്ത്. ഈ ഗ്ലാസ് ഉപയോഗിക്കുന്ന ഒരു കൾച്ചർ ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടല്ലോ, അത് ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ? ഗ്ലാസ് ഗ്രീൻ ഹൗസ് കൂട്ടുന്ന ഒരു സംഗതിയാണ്. പക്ഷെ എന്നാലും ഇപ്പം ഈ തിൻ ഫിലിംസ് ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് കുറെയൊക്കെ ഹീറ്റിനെ റിഫ്ലക്ട് ചെയ്യാനും പറ്റും. ഗ്ലാസിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് റീറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഫിലിം ഒക്കെ കോട്ട് ചെയ്തിട്ടുള്ള ഗ്ലാസ് യൂസ് ചെയ്യാം. അപ്പൊ ഗ്ലാസിനെ പൊതുവേ നമ്മൾ അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഈ ഹീറ്റിനെ അകത്തേക്ക് കടത്തിവിടാതെ റിഫ്ലക്ട് ചെയ്ത് വിടുന്ന ടൈപ്പ് ഗ്ലാസുകളും യൂസ് ചെയ്യാം. അപ്പം ഇപ്പോഴത്തെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം ഒരു ഈ പറഞ്ഞ പോലെ ഹീറ്റിനെ ടോളറേറ്റ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസെപ്റ്റ് തന്നെ വരുന്നത് മാക്സിമം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് വിത്തിൻ ബിൽഡിങ്ങിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് പരമാവധി കുറച്ചുകൊണ്ടുള്ള രീതിയിലാണ് കൺസ്ട്രക്ഷൻസ് ഒക്കെ പോകുന്നത്. അങ്ങനെ ഒത്തിരി വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ. അപ്പൊ നമ്മള് അതുപോലെ മെറ്റീരിയൽസ്, ലോക്കലി ഉള്ള മെറ്റീരിയൽസ്, ഹീറ്റ് അബ്സോർവ് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ പണ്ട് ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ മേൽക്കൂരയെല്ലാം ഈ ഷെയ്ഡ് ചെയ്യുന്നത്, അതെല്ലാം ഇപ്പൊ മാറി വരുന്നുണ്ട്. മാറി വന്നു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ ഹീറ്റിനെ ഏറ്റവും കൂടുതൽ അബ്സോർവ് ചെയ്യുന്ന കറുത്ത അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലുള്ള ഇതാണ്. അതൊക്കെ കൂടുതലും അബ്സോർവ് ചെയ്യുന്നതാണ്. അത് മാറിയിട്ട് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള വൈറ്റ് സർഫസ്, പിന്നെ നമ്മുടെ റോഡിൽ ഒക്കെ അബ്സോർവ് ചെയ്യുന്നതിനെ കറുത്തതിനേക്കാളും വെളുത്ത അല്ലെങ്കിൽ ഗ്രേ പ്രതലങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ചേഞ്ച് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ചെറിയ തോതിൽ വരുന്നുണ്ട്. പക്ഷെ അത് വളരെ നോമിനൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ഈ മൈക്രോ ലെവലില് ഇപ്പോ ഗ്രീനറി കൊണ്ടുവരുന്നത്
എത്രത്തോളം നമുക്ക് വളരെ ചെറിയ സംഗതിയായിരുന്നു. ഇപ്പോൾ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ റൂമിനകത്ത് കോറിഡോഴ്സിലൊക്കെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് വെക്കുന്നതും വീടുകളുടെയും ബിൽഡിങ്ങുകളുടെയൊക്കെ മുമ്പിൽ ഈ പറയുന്ന പോലെ ഗ്രീനറി കൊണ്ടുവരുന്നതൊക്കെ ചെറിയ കാര്യമായിട്ട് തോന്നിയാലും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സത്യത്തിൽ. അല്ല, മൈക്രോ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ റിയലി അനുഭവിക്കുന്ന ഒരു ക്ലൈമറ്റ് ആണല്ലോ മൈക്രോ ക്ലൈമറ്റ്. അവിടെ ഇത്തരം ചെറിയ ചെറിയ ഇന്റർവെൻഷനിലൂടെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ അനുഭവിക്കുന്ന ലോക്കൽ ക്ലൈമറ്റിനെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. അത് മുമ്പേ പറഞ്ഞ ഇതെല്ലാം ഒരു ഇവാപ്പോ ട്രാൻസ്പിറേഷൻ കൂട്ടി അല്ലെങ്കിൽ സൺലൈറ്റിനെ കൂടുതൽ അബ്സോർവ് ചെയ്യാതെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിൽ ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തു നമുക്ക് കുറച്ചൊക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ലെങ്കിലും ഒരു ഡിഗ്രിയുടെ ഒക്കെ മാറ്റമൊക്കെ അതുവഴി കൊണ്ടുവരാൻ പറ്റും. ലോക്കലി ഉള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് പറഞ്ഞ പോലെ മൈക്രോ ക്ലൈമറ്റ്. നമ്മളൊരു ചെടി വെക്കുന്നതിലൂടെയും അല്ലെങ്കിൽ ഇത്തരം മെറ്റീരിയൽസ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ലോക്കലി അതിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എക്സ്ട്രീം വെതറിന്റെ, അതായത് മഴ കൂടുന്ന സമയത്ത്, കലാമിറ്റി ഉണ്ടാവുന്ന സമയത്ത്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ വെതറിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷെ ഈ ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു പോളിസി ലെവലിൽ തന്നെ ഇപ്പൊ നമ്മൾ IMDയുടെ ഒക്കെ ഇതിൽ നോക്കുമ്പോൾ ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള റൈറ്റപ്സ് ഒക്കെ കാണും. പക്ഷെ ഇതൊരു സ്ഥിര സംവിധാനമാക്കിയിട്ട് ആളുകൾക്ക് എപ്പോഴും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഹീറ്റ് ആക്ഷൻ പ്ലാൻ എന്നും പറഞ്ഞുകൊണ്ട് കുറെയൊക്കെ SOPകളൊക്കെ അതാത് സമയത്ത് ഇറക്കുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. ഓരോ കമ്മ്യൂണിറ്റിയും, അതാണ് കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് ഈ ചൂട് കൂടിയിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കുറേയൊക്കെ. ഇപ്പം നമ്മൾ പൊതുവേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പീക്ക് സമ്മർ മന്ത് എന്ന് പറയുന്നത് മാർച്ച് പകുതി തൊട്ട് ഏപ്രിൽ ലാസ്റ്റ് വരെ, ഏപ്രിൽ ലാസ്റ്റ് വരെ. അത് ഡിപ്പെൻഡിങ് ഓൺ എങ്ങനെയാണ് നമുക്ക് സമ്മർ റെയിൻസ് കിട്ടുന്നതിനനുസരിച്ചിരിക്കും, വേനൽ മഴ കിട്ടുന്നതിനനുസരിച്ചിരിക്കും. എന്നാലും ഒരു ഏപ്രിൽ പകുതി വരെ അല്ലെങ്കിൽ മെയ് വരെ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം ഈ ഒരു ഹീറ്റ് വേവ് കണ്ടീഷൻസ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഇത് സൂര്യൻ വടക്കോട്ട് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലേക്ക് സഞ്ചരിക്കുന്ന, സൂര്യനല്ല യഥാർത്ഥത്തിൽ അപ്പാരന്റ് മൂവ്മെന്റ് നടക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് തന്നെ അൾട്രാ വയലറ്റ് ഇൻഡെക്സ് കൂടി വരുന്നുണ്ട് നമ്മുടെ പ്രദേശത്ത്. ഈ കാലഘട്ടത്തിൽ മാർച്ച് തൊട്ട് ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ അൾട്രാ വയലറ്റ് ഇൻഡെക്സും ഏകദേശം 8-നടുത്തൊക്കെ ആണ് നോർമലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ അതൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം ബാധിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരെയാണ്. ഈ അൾട്രാവയലറ്റ് ഇൻഡെക്സ് കൂടി നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 11 തൊട്ട് 2:30 വരെയാണ്. കൂടുതലും പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരുടെ എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സമയക്രമം, അവരുടെ തൊഴിൽ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം 11:30 മുതൽ 2:30 വരെ അവർക്ക് റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള തൊഴിലിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ള അതൊരു പോളിസി ലെവൽ ചേഞ്ച് ആണ്. അതോടൊപ്പം തന്നെ ഹീറ്റ് വേവ്സ് ഈ പറഞ്ഞ പോലെ ഒരു ഡിസാസ്റ്റർ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹീറ്റ് വേവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതൊന്ന് ഈ പറഞ്ഞ തൊഴിൽ സംബന്ധമായിട്ടുള്ള. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹീറ്റ് ഇൻഡെക്സ് എന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹീറ്റ് സ്ട്രെസ്, അത് ഈ സൺബേണും അല്ലെങ്കിൽ സൂര്യാതപവും സൂര്യാഘാതവും ഇത് രണ്ടാണ്. അപ്പൊ നെക്സ്റ്റ് ലെവലാണ് നമ്മൾ ഈ ഹീറ്റ് സ്ട്രോക്കിനെ. സൂര്യാതപമാണ് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് അൾട്രാവയലറ്റ് ഇൻഡെക്സ് കൂടിയത് നമ്മുടെ ശരീരത്തെ അടിക്കുമ്പോഴുണ്ടാകും. അതിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ UV പ്രൊട്ടക്ട് ആയിട്ടുള്ള ഈ ഡ്രസ്, ഈ മറ്റേ സൺസ്ക്രീൻ ലോഷൻ അല്ലെങ്കിൽ കവർ ചെയ്യുക, ഇതൊക്കെയാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത്. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സബ്ജക്റ്റീവാണ്. അത് ഒരു പക്ഷേ നമ്മൾ ഡയറക്റ്റ് സൺ എക്സ്പോഷർ ഇല്ലെങ്കിലും ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാം. അത് ഹ്യൂമിഡിറ്റിയുമായിട്ട് കൂടുതലും റിലേറ്റ് ചെയ്തിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന്റെ എഫിഷ്യൻസി അനുസരിച്ചാണ്. നമ്മുടെ മെറ്റാബോളിക് ആയിട്ടുള്ള ശരീരത്തിന്റെ താപനില 37 ഡിഗ്രിക്ക് അടുത്ത് പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കുറേ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വെള്ളത്തെ ഇവാപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളതിനെ മാനേജ് ചെയ്യുന്നത്. അപ്പം പൊതുവെ ചൂട് കൂടുന്ന സമയത്ത് ഈ എക്സസ് ഹീറ്റ് ശരീരത്തിൽ നിന്നും റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹാർട്ടും ഒക്കെ നമ്മുടെ ഹൃദയവും ഒക്കെ
എക്സസീവായിട്ട് പണിയെടുക്കുന്നുണ്ട്, ഓവർ പണിയെടുക്കുന്നുണ്ട്. ഇത് നമ്മളങ്ങ് പറയുന്നില്ല. കാരണം ഹീറ്റ് വേവ്സ്, ഹീറ്റ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അത് തണുപ്പ് കാലത്തും അത് ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ, ചൂട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹീറ്റ് റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ രക്തധമനികളൊക്കെ വികസിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ ബ്ലഡ് പ്രഷറൊക്കെ കുറയും. വികസിച്ച് കഴിയുമ്പോഴത്തേനും ബ്ലഡ് പ്രഷർ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇതിനെ ബോഡിയിലെ സ്കിന്നിലെ എല്ലാ സ്ഥലത്തും ബ്ലഡ് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ ഫോഴ്സിൽ പമ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇത് ഓവർ ദി ഇയേഴ്സ് ഈ ചെറിയ തോതിലുള്ള കാർഡിയാക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആകുമ്പം, ഇത് ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അപ്പം ഇതിനെ രക്തത്തെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്ത് എത്തിച്ച് അതിനെ മീൻസ് കൂൾ ചെയ്യിപ്പിച്ച് നടക്കുന്ന ഒരു സിസ്റ്റം അന്നേരം നമ്മൾ പലപ്പോഴും ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇപ്പം ഈ ക്രോണിക് ആയിട്ട് കാർഡിയാക് പ്രശ്നമുള്ള ഒരാൾക്ക് ഇത് നടക്കില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രശ്നമാണ്. ഈ പറഞ്ഞ പോലെ ഒരു ആരോഗ്യമായിട്ടുള്ള ഒരാളുടെ കൂട്ട് ഹൃദയവും ഒന്നും കുട്ടികളുടെ വർക്ക് ചെയ്യത്തില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഞാൻ മുമ്പ് പറഞ്ഞില്ല, നമ്മൾ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയുന്നുമില്ല. നമ്മൾ ചിലപ്പോൾ എ സിക്കകത്തായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ റൂമിനുള്ളിലായിരിക്കും ഇരിക്കുന്നത്, നമ്മൾ പുറത്തെ ചൂട് അറിയുന്നില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ഇവാപറേറ്റ് ചെയ്തു പോകുന്നുണ്ട് വെള്ളം. അപ്പം പൊതുവായിട്ട് ഡീഹൈഡ്രേഷൻ, നമ്മൾ അകത്തിരിക്കുന്ന ഷെയ്ഡിലിരിക്കുവാണെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം. അപ്പം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ്. അപ്പം ഈ പറഞ്ഞ പോലെ അകത്തിരിക്കുന്ന ആൾക്കാർക്കും ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഡീഹൈഡ്രേഷൻ കൂട്ടുന്ന പാനീയങ്ങളായിട്ടുള്ള എയറേറ്റഡ് ഡ്രിങ്ക്സ്, കഫേൻ ഡ്രിങ്ക്സ്, ആൽക്കഹോള്, ഇത് ഒഴിവാക്കുക. ഈ സമയത്ത് നമ്മൾ വെച്ചാൽ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ബിയർ അടിച്ച് കളയാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ചൂട് സമയത്ത്. പക്ഷെ അത് കൂടുതലും ഡീഹൈഡ്രേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പൊ കാപ്പി കുടിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഓരോ ആൾക്കാർക്കും എടുക്കാവുന്ന തരത്തിൽ ഓരോരോ രീതിയിൽ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഹീറ്റ് ഡോം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ? ഹീറ്റ് ഡോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഹൈ പ്രഷർ സോൺ അറിയുമ്പോൾ, ഇപ്പം ലോ പ്രഷർ ആകുമ്പോൾ തന്നെ അത് ക്ലൗഡ് ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. വിൻഡ് കൺവേർജ് ചെയ്ത് ക്ലൗഡ് ഡെവലപ്പ് ചെയ്ത് മഴയൊക്കെ പെയ്യും. ഈ എല്ലിനോ ഒക്കെ വരുന്ന സമയങ്ങളിൽ ചില സമയത്ത് ഈ അറ്റ്മോസ്ഫിയറിൽ മുകളിൽ നിന്ന് താഴോട്ടുള്ള വായുപ്രവാഹം ഉണ്ടായിട്ട് സർഫസിൽ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. സൈക്ലോണിന് പകരം തിരിച്ച് മുകളിൽ നിന്ന് താഴോട്ട് ഉള്ള വായുപ്രവാഹം വന്നിട്ട് വായു മുകളിലേക്ക് ഉയർന്നു പൊങ്ങാത്ത ഒരു അവസ്ഥ വരും. വായു മുകളിലേക്ക് പോയാൽ മാത്രമേ ക്ലൗഡും ഒക്കെ ഫോം ചെയ്തുള്ളൂ. അപ്പം ഇത് ഒരു ഗ്ലോബൽ സർക്കുലേഷന്റെ പാർട്ടായിട്ട് ഈ ആന്റി സൈക്ലോണിക് എന്ന് പറയും. ഇവിടുന്ന് ഉണ്ടാകുന്ന വായുപ്രവാഹം കാറ്റ് ആന്റി ഈ ഹൈ പ്രഷർ വരുമ്പോൾ കാറ്റ് വെളിയിലോട്ടാണ് പോകുന്നത്. ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ കാറ്റ് അകത്തോട്ട് ഉള്ളിലേക്ക് വരും. അപ്പൊ ഉള്ളിലേക്ക് കാറ്റ് വന്നിട്ടാണ് അത് മുകളിലോട്ട് പൊങ്ങിയിട്ടാണ് ക്ലൗഡും ഒക്കെ ഉണ്ടായി മഴയുണ്ടാകും. ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടുള്ള വായുപ്രവാഹം, സർഫസിൽ ഉയർന്ന മർദ്ദം. ആ സർഫസിലെ ഉയർന്ന മർദ്ദം മുകളിൽ നിന്ന് താഴോട്ട് വായുപ്രവാഹം ഉണ്ടാകുമ്പോൾ പൊതുവെ കംപ്രഷനാണ്. കംപ്രഷൻ ഉണ്ടാകുമ്പോൾ ചൂട് കൂടും. എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു സാധനം എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ചൂട് കുറയുന്നത്. മുകളിൽ താഴോട്ട് വന്ന് കംപ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏത് സാധനം കംപ്രസ് ചെയ്യുമ്പോൾ മർദ്ദം കൂട്ടുമ്പം ചൂടും കൂടും. അപ്പൊ ഈ ചൂട് കൂടിയ അതിമർദ്ദത്തിലുള്ള വായുവാണ് സർക്കുലേറ്റ് ചെയ്ത്, അതാണ് ഇപ്പൊ അടുത്ത ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സെൻട്രൽ ഇന്ത്യയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ വടക്കൻ അറബിക്കടലിൽ സെൻട്രൽ ഇന്ത്യ കേന്ദ്രീകരിച്ച് ഒരു അതിമർദ്ദ മേഖല ഉണ്ടാകാറുണ്ട് പൊതുവെ ഹീറ്റ് വേവ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ആ അതിമർദ്ദ മേഖലയിൽ നിന്ന് ആന്റി സൈക്ലോണിക് സർക്കുലേഷൻ വഴി ഉണ്ടാകുന്ന ഡൈവേർജ് ചെയ്യുന്ന എയർ ആണ് നമ്മുടെ പാലക്കാട് ഗ്യാപ്പ് വഴിയൊക്കെ ഇങ്ങോട്ട് വരുന്നത് കൂടുതലും. അത് ഗ്ലോബൽ സർക്കുലേഷനുമായിട്ടുള്ള നമ്മുടെ ഈ വിൻഡ് ബെൽറ്റ് ഉണ്ട്, വെസ്റ്റേർലി ആയിട്ട് പോകാൻ. അപ്പൊ ചില സമയത്ത് ഈ വിൻഡ് ഫ്ലോ സ്റ്റാഗ്നന്റ് ആവുമോ, അല്ലെങ്കിൽ ഒരു കുറച്ച് നാളത്തേക്ക് ഈ ഒരു പാറ്റേൺ നിലനിൽക്കുന്ന രീതിയിലേക്ക് കണ്ടീഷൻ എത്തും. അപ്പൊ ആ സമയത്ത് അവിടെ ഒരു എന്താ പറയുക, ഹീറ്റ് ഡോം പോലെ അത് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇതിന്റെ ഈ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്
പൊതുവേ ഹീറ്റ് വേവ്സ് വരുമ്പോഴത്തോ 3-4 ദിവസമായിരിക്കും ഇതൊരു സ്പെല്ലായിട്ട് വരുന്നത്. ഇത്തരം ഹീറ്റ് ഡോം ഈ ആന്റി സൈക്ലോണിക് സർക്കുലേഷന്റെ പാർട്ടായിട്ട് ഇത് വരുമ്പം ഇത് ഒരു പ്രദേശത്ത് തന്നെ കൂടുതൽ ദിവസം നിലനിൽക്കും. അപ്പൊ ഈ 3-4 ദിവസം എന്നുള്ളത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ അതിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ തീവ്രമായിരിക്കും. അപ്പൊ ഇതിൽ 2 സംഭവമുണ്ട്. ഒന്ന് ഇന്റൻസിറ്റി, ഈ അബ്സല്യൂട്ട് ആയിട്ട് താപനില കൂടുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഗ്ലോബൽ വാർമിംഗ് വഴിയൊക്കെ കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഡ്യൂറേഷനും പ്രശ്നമുണ്ട്. 2 ദിവസം 3 ദിവസം ഉള്ളതും 10 ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള എക്സ്റ്റൻഡഡ് സ്പെല്ലും ഉണ്ടാകുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത് പൊതുവെ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം ഇത് രണ്ടും കാണപ്പെടുന്നുണ്ട്. ആദ്യം പറഞ്ഞില്ലേ കേരളത്തില് ഒരു 10-15 വർഷമായിട്ട് ഈ ഒരു പാറ്റേണിൽ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന്. ഹീറ്റ് വേവ്സ് വരുന്നു, താപനിലയിൽ മൊത്തത്തിലുള്ള ഒരു കൂടുതൽ സംഭവിച്ചു. ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണോ ചെയ്യുക? തിരിച്ച് നമ്മുടെ കേരളത്തിന്റെ ഒരു തനതായ കാലാവസ്ഥ പാറ്റേൺ ഉണ്ടായിരുന്നല്ലോ, ഒരു സുഖകരമായ, അത് പാടെ മാറിക്കൊണ്ടിരിക്കുക തന്നെയാണോ അതിന്റെ അർത്ഥം? നോർമൽ ആയിട്ട് മാറി. ഓക്കെ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിലാണല്ലോ നമ്മൾ ഹീറ്റ് വേവ്സിനെ കുറിച്ച് കേരളത്തിൽ കേട്ടോളൂ. ആ 10 വർഷത്തിനുള്ളിൽ എല്ലാ വർഷവും നമ്മൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊരു വിസിബിൾ ആയിട്ടുള്ള ട്രെൻഡാണ്. ഈ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് നമ്മളെല്ലാ ഒരു എന്താ പറയുക, ഒരു ടെമ്പററി സംഭവിക്കുന്നതല്ല. ഇതൊരു ഈ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു വലിയ എക്സ്റ്റെൻഡഡ് ട്രെൻഡ്. കാരണം ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ ഹീറ്റ് വേവ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഹീറ്റ് വേവ്സ് അല്ലെങ്കിൽ ഹീറ്റ് സിറ്റുവേഷൻസ്, this will become a normal maybe after 30-40 years. ഇപ്പൊ നമ്മള് വല്ല സ്പെല്ലായിട്ട് വരുന്ന സാധനം നോർമലായി മാറും. സ്പെല്ലായിട്ട് വരുന്ന ഈ ഒരു സിറ്റുവേഷൻ വിൽ ബിക്കം എ നോർമൽ മേ ബി ആഫ്റ്റർ 30-40 years. കേരളത്തിന്റെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണെന്നായിരിക്കും. അന്ന് കേരളത്തിന്റെ കാലാവസ്ഥയുടെ മെയിൻ പാർട്ട് ഇതായിരിക്കും. ഇപ്പൊ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അബ്നോർമാലിറ്റി ആയിരിക്കും അന്ന് നോർമലായിട്ട് മാറുന്നത്. മനസ്സിലല്ലേ? അപ്പൊ ഇതൊരു ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ലോങ് ടൈം ട്രെൻഡിന്റെ പാർട്ടായിട്ടാണ്. അതിനോടൊപ്പം തന്നെയാണ് ആന്ത്രോപോജനിക് ആയിട്ടുള്ള ലാൻഡ് യൂസിൽ വരുന്ന അർബനൈസേഷനും അതുവഴി ഇതിനെ കൂടുതൽ അഗ്രവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളെ ഇതിനെ ആ ഒരു സ്പെല്ലിനെ കൂടുതലും ദുഷ്കരമാക്കുന്നത്. ഈ നമ്മുടെ മൺസൂൺ പ്രവചിക്കാനുള്ള സമയമായിട്ടുണ്ടോ? ഇല്ല, മൺസൂണിന്റെ ഒരു എക്സാക്ട് പ്രവചനത്തിനുള്ള സമയമായിട്ടില്ല. കാരണം അത് ഏപ്രിലാണ് ഫസ്റ്റ് ലോങ് റേഞ്ച് പ്രൊഡിക്ഷൻ വരുന്നത്. IMD ആണ് അത് ചെയ്യുന്നത്. പിന്നെ മെയ്യിലുമാണ് വരുന്നത്. പക്ഷെ എന്നാലും ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ഹീറ്റ് വേവ്സും ഡ്രൗട്ടോട് ഒന്നിച്ചു വന്നാലുള്ള അവസ്ഥയെന്ന് മനസ്സിലാക്കിയുള്ളൂ. ഹെൽത്തിന്റെ നമ്മൾ ഡയറക്റ്റ് ഇമ്പാക്ട് ഇതുവരെ സംസാരിച്ചുള്ളൂ, കാർഡിയോ വാസ്കുലർ അല്ലെങ്കിൽ സ്കിന്നായിട്ടുള്ളത്. അതേസമയം ഇതിന്റെ ഇൻഡയറക്റ്റ് ഇപ്പം കൃഷിയെ ബാധിക്കുന്നു, കുടിവെള്ളത്തെ ബാധിക്കാം. അപ്പൊ കൃഷിയെ ബാധിക്കുന്ന 2024 ഏറ്റവും കൂടുതൽ കാർഡമും ലോസ് ഉണ്ടായ വർഷമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഹീറ്റ് ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് കേരളത്തില് ഒരു നമ്മുടെ വിന്റർ അങ്ങ് ചുരുങ്ങിയാണ്. വിന്റർ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജാനുവരിയിൽ അല്ലെങ്കിൽ ഡിസംബറിൽ ഒന്ന് കിട്ടിയാലായി ഒരു സ്പെല്ല്, അതോടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് ജാനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മള് ഈ ശരാശരിയിൽ നിന്ന് 1-2 ഡിഗ്രി താപനില കൂടിക്കൊണ്ടുവരികയാണ്. അപ്പൊ ഏർലി സ്പ്രിങ് ആവുകയാണ്. സ്പ്രിംഗ് സീസൺ ഏർലി ആവുന്നു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് നെക്സ്റ്റ് സമ്മർ സീസണിലേക്ക്, അതായത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഫെബ്രുവരിയിലെ സ്പ്രിംഗ് തുടങ്ങുന്നു, ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും പീക്ക് സമ്മർ സീസൺ വരുന്നു. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോവുകയാണ്. ഈ സമയത്ത് മഴയും കൂടെ മാറി നിൽക്കുകയാണ്. പൊതുവേ നമുക്ക് ഫെബ്രുവരി മാസത്തിലൊന്നും വലിയ മഴയൊന്നുമില്ല. ഈ ചൂട് കൂടി കഴിയുമ്പോഴത്തേന് ഇവാപറേഷൻ വഴി കൂടുതൽ വെള്ളം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം അതുവഴിയുള്ള പ്രശ്നങ്ങൾ, മഴ, ചൂട്, ഹീറ്റ് വേവ് പ്ലസ് ഡ്രൗട്ട്, ഇത് രണ്ടും കൂടെ ചേർന്നുള്ള അവസ്ഥ അഗ്രികൾച്ചറിനെ എഫക്ട് ചെയ്യും. നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ, കുടിവെള്ള പ്രശ്നം എല്ലാ ഭാഗത്തും അനുഭവപ്പെട്ടു തുടങ്ങും. ഇപ്പൊ അടുത്ത ഒരു മാസം വലിയ തോതിൽ നമുക്ക് സമ്മർ മഴയൊന്നും കിട്ടിയില്ലെങ്കിൽ കുടിവെള്ള പ്രശ്നങ്ങളും അത് ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടും അത് പരിണമിക്കും. അപ്പം ഹീറ്റ് വേവ്സ് പ്ലസ് ഡ്രൗട്ട് എന്ന് പറഞ്ഞ ഒരു ഡേഞ്ചറസ് കോംബോയാണ്. അതുകൊണ്ട് മഴയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതാണ് സൂചിപ്പിച്ചത്. മഴ എന്ന് പറയുന്നത് ഇതുവരെ മാറ്റി നിർത്തി നമ്മൾ സംസാരിക്കാൻ പറ്റത്തില്ല. മഴയും കൂടെ ചേർത്ത് നമുക്ക് ഹീറ്റ് വേവ്സിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേനൽ മഴയെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? വേനൽ മഴ പ്രെഡിക്റ്റബിലിറ്റി വളരെ കുറവാണ്. അതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് അല്ലേ. പറഞ്ഞ പോലെ എന്നാലും ഈ എല്ലിനോ സിറ്റുവേഷൻ ഒക്കെ വരുന്നത് ഒക്കെ വേനൽ മഴയും മൺസൂൺ മഴയും പലപ്പോഴും പ്രതികൂലമായിട്ടാണ് ബാധിക്കാറുള്ളത്. ഇപ്പൊ 2024 ആയാലും ഒരു മെയ് ജൂൺ മാസം മഴ ഒട്ടും മഴയില്ലാത്ത
കാലഘട്ടമായിരുന്നു. അത് ഇടുക്കിയിലൊക്കെ ഏതാണ്ട് 36,000 ഹെക്ടർ കാർഡമം കൃഷിയാണ് നശിച്ചു പോയത് ചരിത്രത്തിൽ. അത് പാലക്കാടൊക്കെ നെൽകൃഷി കൂടുതലും കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഇത് അഗ്രികൾച്ചറിനെയും ഫുഡ് സെക്യൂരിറ്റിയെയും ഒക്കെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അത് ടൈംലി ആയിരിക്കണം. ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരിയിൽ പെയ്ത വേനൽ മഴ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും നെല്ലൊക്കെ കൊയ്യേണ്ട അവസ്ഥയിലെത്തി. ഈ വേനൽ മഴയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിവെട്ട് എളുപ്പം ഒരു കൂമ്പാരമേഘങ്ങൾ വന്ന് വലിയ തോതിൽ മഴയുണ്ടാക്കി വലിയ കാറ്റുമായിട്ട് വരുന്ന ഒരു ടൈപ്പ് പാറ്റേൺ ആണ് വേനൽ മഴയുടെ. അത് ഞങ്ങളുടെ പുതിയൊരു പേപ്പറുണ്ട്. ഈ പറഞ്ഞ പോലെ ട്രിപ്പിൾ റിസ്ക് ഓഫ് പ്രീ മൺസൂൺ തണ്ടർ ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഈ കൂമ്പാര മേഘങ്ങളിൽ നിന്നാണ്, ക്യുമുലോ നിംബസ് ക്ലൗഡ്സിൽ നിന്നാണ് വേനൽക്കാലത്ത് മഴ കിട്ടുന്നത്. അതിന്റെ 3 റിസ്ക് എന്ന് പറഞ്ഞാൽ, 1 ചെറിയ സമയം കൊണ്ട് വലിയ മഴ കിട്ടും, 2 ലൈറ്റ്നിങ് തണ്ടർ. ഇത് ഏറ്റവും കൂടുതൽ അണ്ടർ ഡിസ്കസ് ആയിട്ടുള്ള മറ്റൊരു സാധനമാണ് ലൈറ്റ്നിങ്. ലൈറ്റ്നിങ്ങിൽ പാൻ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഒരു 12,000 ആൾക്കാർക്ക് ഒരു വർഷം ജീവൻ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു കാരണം അത് ഐസൊലേറ്റഡ് റാൻഡം ഇവന്റ് ആയതുകൊണ്ടാണ് നമ്മൾ അധികം സംസാരിക്കാതെ അതോടൊപ്പം തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. 3 ഇതിന്റെ പാർട്ടായിട്ട് ഒരു വലിയ ഗസ്റ്റ് വിൻഡ് കൂടെ വരാറുണ്ട്. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ വാഴയും റബ്ബറും അതുപോലുള്ള കൃഷികൾ മൊത്തവും കാറ്റും മൂലം ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളായിട്ട് മാറുന്നു. ഈവൻ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന് പോലും ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്ന, പോസ്റ്റുകളും എല്ലാം മറിഞ്ഞിട്ട് നാശനഷ്ടം ഉണ്ടാകുന്ന ഇത്തരം ഇവന്റ്സ് ഉണ്ടാകുമ്പോൾ. അപ്പൊ ഇത് പ്രീ മൺസൂൺ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ. ഇപ്പം മഴ കുറഞ്ഞിരിക്കുന്നു, ചൂട് കൂടുന്നു. ഇതിന്റെ ഇനി മഴ പെയ്താലോ അത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പാറ്റേണിലുള്ള മഴയാണ്. അപ്പൊ ഇതെല്ലാം ചൂട് കുറയോ? ആ ഒരു സമയത്ത്, ആ ഒരു സ്പെല്ല് വരുന്ന സമയത്ത് മാത്രം ചൂട് കുറയും. അപ്പൊ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു പ്രത്യേകത, ഈ ഇത്തരം സ്പെല്ല് വരുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന തരത്തിലുള്ള ഒരു ഹീറ്റ് വേവ് പാറ്റേണിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഈ ഐസൊലേറ്റഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്പെല്ലാണ്. അതുപോലും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ കൂടുതൽ ഹീറ്റ് വേവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ദുഷ്കരമായേനെ. ഈ ചൂടിനെ ഇപ്പൊ നമ്മുടെ 3 പ്രദേശം ഉണ്ടല്ലോ, കടലോരവും മലയോരവും ഇടനാട് എന്ന് പറയുന്ന, അതില് വ്യത്യസ്ത തരത്തിലാണോ ബാധിക്കുന്നത്? ഇപ്പൊ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ, കടലിലെ ചൂട് ഇതേപോലെ തന്നെ കൂടുതലായിട്ട് നിൽക്കുന്നതാണ്, അങ്ങനെയാണോ? രണ്ടും 2 രീതിയിലാണ്. കാരണം നമ്മൾ ആഗോള താപനം നമ്മൾ സയന്റിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കര ചൂട് പിടിക്കുകയും എളുപ്പം ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യും. അസമയം കടല് ചൂട് പിടിക്കുന്നതും തണുക്കുന്നതും വളരെ പതുക്കെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രീൻ ഹൗസ്, ഈ ആഗോള താപനത്തിന്റെ 90% ഹീറ്റും അബ്സോർവ് ചെയ്യപ്പെടുന്നത് കടൽ വെള്ളത്തിലാണ്. കാരണം അത് 2 തരത്തിലുള്ള, ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിന്റെ കൂടുതലാണ്, എമൗണ്ട് ഓഫ് മാസും ടോട്ടൽ മാസും കൂടുതലാണ് വെള്ളം ഈ അന്തരീക്ഷത്തെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ. സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 1 കിലോഗ്രാം വായുവിനെ 1 ഡിഗ്രി ചൂടാക്കണമെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ഒരു 1000 ജൂൾസ് എനർജി കൊടുത്താൽ മതി. അതേസമയം ഈ 1 കിലോഗ്രാം വെള്ളത്തെ ചൂടാക്കണമെങ്കിൽ നമുക്ക് അതിന്റെ 4 ടൈംസ് കൊടുക്കണം. മനസ്സിലായി? അപ്പം വെള്ളം കൂടുതൽ ഹീറ്റിനെ അബ്സോർവ് ചെയ്യും. 4 ഇരട്ടി ഹീറ്റ് കൊടുത്താലേ വെള്ളം ചൂടാകത്തുള്ളൂ. അന്തരീക്ഷം അതിന്റെ 4/1 കൊടുത്താൽ ചൂടാകും. അപ്പം പൊതുവെ പ്രശ്നം വരുന്നത് എന്താ? കടൽ വെള്ളം 1 ഡിഗ്രി ചൂടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഹീറ്റ് കണ്ടന്റ് ഇതിന്റെ അന്തരീക്ഷം ചൂടാകുന്നതിന്റെ 4 ഇരട്ടി ആയിരിക്കും. മനസ്സിലല്ലേ? അപ്പൊ അത് പിന്നെ തന്നെയല്ല, കടൽ വെള്ളം മാസ് കൂടുതലാണ്, അത് കൂടുതൽ ഡെപ്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഈസി ആയിട്ട് ഇത് താഴോട്ട് ഹീറ്റ് പോകും. അപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കടലിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും എല്ലാം മീനൊക്കെ കുറഞ്ഞു വരുന്നതിന്റെ പ്രധാന പ്രശ്നമാണ് പലാജിക് ആയിട്ട് വരുന്ന. ഇപ്പൊ സർഫസിലുള്ള ചാള, അയില അതുപോലുള്ള മത്സ്യങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അത് ഡെപ്തിലേക്ക് പോകത്തില്ല. അത് ആകെ ചെയ്യാൻ പറ്റുന്നത് അതിന് ഈ തണുത്ത പ്രദേശങ്ങൾ തേടി മൈഗ്രേറ്റ് ചെയ്തു പോകും. പിന്നെ പ്ലവകങ്ങൾ സെൻസിറ്റീവ് ആണ്. ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഫുഡ് വെബിന്റെ ഇനിഷ്യൽ സ്റ്റെപ്പാണല്ലോ പ്ലവം. ഈ പ്ലവകങ്ങൾ ഈ പറഞ്ഞ പോലെ വലിയ ചൂടിൽ പിടിച്ചു നിൽക്കത്തില്ല, അതെല്ലാം നശിച്ചു പോകും. അപ്പൊ അതിനെ തിന്നാൻ വരുന്ന ചെറിയ മത്സ്യങ്ങൾക്ക് അതിന്റെ കൂടെ ആ ഫുഡ് കിട്ടത്തില്ല. അപ്പൊ അതോടുകൂടി ആ ഒരു ഫുഡ് വെബ് തന്നെ ഡിസ്റ്റർബ്ഡ് ആകും. അപ്പൊ ഇതെല്ലാം ഒരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ സ്പ്രിങ് ഏർലി ആകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം
പരാഗണം നടത്തുന്ന ചിത്രശലഭങ്ങളൊക്കെ അതിൻ്റെ ഒരു സൈക്കിളുണ്ട്. പൂവ് ഇപ്പം നമ്മൾ വിഷു കൊന്ന ജനുവരി ആകുമ്പോഴേ പൂക്കുകയാണ്. വൃക്ഷങ്ങളെല്ലാം ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്ക് സ്പ്രിങ്ങിലേക്ക് അല്ലെങ്കിൽ പൂത്തൊലയുന്ന സമയത്ത് ഈ തേനീച്ചകളും അല്ലെങ്കിൽ പരാഗണം നടത്തുന്ന വണ്ടുകളുടെയൊക്കെ സൈക്കിൾ വെച്ചിട്ട് അവർ വരുന്നത് ഒരു ആ മിസ്മാച്ച് വരും. ആ മിസ്മാച്ച് വരുമ്പം പൂവിന്റെ സീസൺ കഴിയും എന്നുള്ളതാണ്. പരാഗണം നടക്കത്തില്ല. അപ്പൊ ഇത്തരത്തിൽ ഫിനോളജിക്കലായിട്ടുള്ള ഒരു മിസ്മാച്ചും ഈ ചൂടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ചൂടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ മനുഷ്യന്റെ കാര്യം മാത്രമല്ല, നമ്മൾ ആന്ത്രോപോസെൻട്രിക് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഏസിയുടെ കാര്യം അത് പറയുന്നത്. പക്ഷെ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ കടലിൽ ഈ പറഞ്ഞ പോലെ സ്പീഷീസുമായിട്ട് ബന്ധപ്പെട്ട് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. കരയിലും ഈ പറഞ്ഞ പോലെ ഇത്തരം മിസ്മാച്ച് ഈ പറഞ്ഞ പോലെ പരാഗണം നടത്തുന്നവരും ടൈമിങ്ങിൽ ഉള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇതൊരു വലിയ വിഷയമാണ്. ഈ പറഞ്ഞ പോലെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും കൂടുതൽ റിയാലിറ്റി അല്ലെങ്കിൽ നമ്മൾക്ക് വിസിബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സംസാരിച്ചത് മൊത്തം. പക്ഷെ നമ്മുടെ പോളിസിയിലും നമ്മുടെ ഇതിലുമൊക്കെ ഇതിന് എത്രത്തോളം അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് അത് വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ തൃശ്ശൂര്, പാലക്കാട് ഏരിയയിലൊക്കെ ചൂട് കമ്പാരിറ്റീവ്ലി കൂടാനുള്ള കാരണം എന്താ? അത് ഈ സർഫസ് ഒരു പ്രശ്നം. രണ്ടാമത് പാലക്കാട് ഗ്യാപ്പിന്റെ ഒരു പ്രോക്സിമിറ്റി. മീൻസ് പാലക്കാട് മുമ്പേ പറഞ്ഞില്ലേ ഒരു ഈ ആന്റി സൈക്ലോണിൽ നിന്ന് വരുന്ന ചൂട് കൂടിയ കാറ്റ് പാലക്കാട് ഗ്യാപ്പിലൂടെ വന്നിട്ട് തൃശ്ശൂര്, ഈവൻ മലപ്പുറം, കണ്ണൂരും ചെറിയൊരു ഇൻട്രൂഷൻ ഉണ്ട്. ഈവൻ 3-4 ജില്ലയിൽ ഈ പറഞ്ഞ പാലക്കാടിന്റെ കൂട്ടുതള്ള ഒരു ക്ലൈമറ്റ് ആ സമയത്ത് അനുഭവപ്പെടും. പുനലൂരും ഏകദേശം ആ ഒരു ഇതാണ്. അപ്പം ഒന്നത്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് പ്രദേശത്തിന്റെ സർഫസ് ഇതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ സർഫസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ലാൻഡ് യൂസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഇതിനെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ അതാണ് മൈക്രോ ക്ലൈമറ്റിക് ലെവലിൽ ലാൻഡിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഈ പറഞ്ഞ ഇവാപറേഷൻ, ട്രാൻസ്പിറേഷൻ, പണ്ട് കാലത്ത് കാട് ഒക്കെ ഉണ്ടായിട്ട് കൂടിയിരിക്കുന്ന സ്ഥലത്ത് അതിനെ കാടെല്ലാം വെട്ടിത്തെളിച്ചിട്ട് നമ്മൾ കൺവേർഷൻ ആണല്ലോ. ഇപ്പം ഫോറസ്റ്റ് ലാൻഡിനെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ പ്ലാന്റേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം തരത്തിൽ മൈക്രോ ക്ലൈമറ്റിൽ ഈ പറഞ്ഞ പോലെ എനർജി ലെവലിൽ എന്തെല്ലാം മാറ്റം വരുന്നു. അത് ലേറ്റൻ ഹീറ്റ് എനർജി ആയിരുന്നു പോകുന്നതെങ്കിൽ അതിനെ കൂളിംഗ് ആയിരുന്നു. അതിന് പകരം ഹീറ്റിനെ അബ്സോർവ് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ സർഫസ് മോഡിഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ വാർമിംഗ് എഫക്റ്റേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ലാൻഡ് യൂസ് ഒരു വലിയ കാര്യമാണ്.